നമസ്കാരം. ഉണ്ണിമൂന്നിനെതിരെ ഗുരുതര ആരോപണവുമായിട്ട് ഉണ്ണിമൂന്നിൻ്റെ മാനേജർ എന്ന് പറയുന്ന വിപിൻ കുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. വിപിൻ കുമാർ ഉണ്ണിമൂന്നിൻ്റെ മാനേജറൊന്നും അല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമൂന്നിനെ പറ്റി വലിയ വാർത്തയൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം 3-4 ദിവസത്തേക്ക് ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിപിൻ കുമാറിൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ്. ഉണ്ണിമുകുന്ദൻ ഇതുവരെ പ്രതികരിച്ചൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഒരാളെ സൈഡിൽ നിന്ന് മാത്രം നിന്നുകൊണ്ട് നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. വിപിൻ കുമാർ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. വിപിൻ കുമാറിനെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നൊക്കെയാണല്ലോ. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ്. ഉണ്ണിമുകുന്ദൻ ഇതുവരെ പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഇവൻ പറഞ്ഞതെല്ലാം തികച്ചും തെറ്റായ കാര്യങ്ങളാണ് എന്നാണ്. ഉണ്ണിമുകുന്ദൻ എന്തായാലും ജാമ്യത്തിന് തേടി പോയിട്ടുണ്ട്. എന്തായാലും ഈ കേസ് തള്ളിപ്പോവാനാണ് ചാൻസ്. വിപിൻ കുമാർ പറഞ്ഞതെല്ലാം കള്ളാണെന്ന് ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് വിപിൻ കുമാർ പറഞ്ഞതൊന്ന് കാണാം. ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി എന്നെ രാത്രി വിളിച്ച് പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. ഇവൻ ആദ്യം പറഞ്ഞ കള്ളം ടോവിനോന്റെ പുതിയ സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്ന ഫിലിം. ആ ഫിലിമിനെ പ്രശംസിച്ചുകൊണ്ട് ഇവനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഉണ്ണിമുകുന്ദന് ഇഷ്ടപ്പെട്ടില്ല. അത് പറഞ്ഞിട്ടാണ് ഇവരെന്താളും ഉടക്കിയതെന്നും അതോടുകൂടി നീ നിന്റെ മാനേജർ പരിപാടി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് ഇവൻ എൻ്റെ മാനേജർ അല്ല എന്ന്. ഇതിൻ്റെ പ്രധാന തെളിവ് എന്ന് പറയുന്നത് CCTV ഫുട്ടേജ് തന്നെയാണ്. ഇവൻ നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് കള്ളങ്ങൾ പറയുന്നത്. CCTV ഫുട്ടേജിൽ തെളിവ് കാണും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതെ പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക. അതെ എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും പോലീസ് CCTV ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. അതിൽ ഇവനെ അടിക്കുന്ന രംഗം തന്നെ ഇല്ല. ഇവന്റെ കണ്ണാടി അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതും വാക്കുതർക്കം ഉണ്ടായി എന്നുള്ളതും സത്യമാണ്. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. ഇന്നലെ രാത്രിയാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ട വിപിൻ കുമാർ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത് DLF ഫ്ളാറ്റിന്റെ താഴത്തെ പാർക്കിംഗ് ഭാഗത്ത് വെച്ചാണ്. ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ഉണ്ണിമുകുന്ദൻ ഈ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി യാതൊരുവിധ തെളിവുകളും CCTVയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി പൊട്ടിക്കുന്നത് ആ CCTVയിലുണ്ട്. പക്ഷെ മർദ്ദനത്തിനും മറ്റും തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെ വാക്കേറ്റം മാത്രമാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും പോലീസ് അടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണ്. ഇവിടെ ഒരു വാക്ക് തർക്കം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അവന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഉണ്ണിമുകുന്ദൻ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഇവനോട് പറഞ്ഞു ഗ്ലാസ് എടുത്ത് മാറ്റാൻ. ഇവനത് കേട്ടില്ല. അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ എറിഞ്ഞു പൊട്ടിച്ചു. എന്തായാലും ഇവൻ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. ഇവൻ ഉണ്ണിമുകുന്ദൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മാനേജർ ഒന്നും തന്നെയല്ല. എന്തായാലും ഇതിന് കൂടുതൽ വിവരങ്ങളെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.